നമസ്കാരം. കുവൈത്തിലെ ഗൾഫ് ബാങ്കിൽ 700 കോടി ലോൺ തട്ടിപ്പ് നടത്തി മുങ്ങിയ 1425 മലയാളികൾക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അന്വേഷണം ആരംഭിച്ചു. ഗൾഫ് ബാങ്കിൽ നിന്ന് ലോൺ നേടിയ ശേഷം അവിടെ നിന്ന് മുങ്ങിയവർക്കെതിരെയാണ് അന്വേഷണം. തട്ടിപ്പ് നടത്തിയ 1425 മലയാളികളിൽ 700ഓളം പേർ നഴ്സുമാരാണെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കേരളത്തിൽ ഇതുവരെ 10ഓളം കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തിയത്. ദക്ഷിണ മേഖല ഐജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിഷയത്തിൽ ഇടപെടുന്നത്. കൊച്ചിയിലെത്തിയ ഉദ്യോഗസ്ഥർ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. എറണാകുളത്തും കോട്ടയത്തുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിന്റെ വിശദാംശങ്ങൾ തേടിയ ഉദ്യോഗസ്ഥർ ലോണിന്റെ വിവരവും പാസ്പോർട്ട് വിവരങ്ങളും നൽകാൻ കുവൈത്തിലെ ബാങ്കിനോട് ആവശ്യപ്പെട്ടു. ഇവരിൽ പലരും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി നോക്കുന്നവരാണ്. ബാങ്ക് ബോർഡ് യോഗം ചേർന്നതിന് ശേഷം മാത്രമേ വിവരങ്ങൾ കൈമാറുകയുള്ളൂ. കൂടുതൽ പരാതികൾ കേരളത്തിലെത്തുമ്പോൾ നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുവൈത്തിലെ ഗൾഫ് ബാങ്ക് അധികൃതർ കേരളത്തിലെത്തിയപ്പോഴാണ് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞത്. കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന 700ഓളം പേർ കുറ്റാരോപിതരാണ്. ഗൾഫ് ബാങ്കിനെ കബളിപ്പിച്ച് 700 കോടി തട്ടിയാണ് മലയാളികൾ മുങ്ങിയത്. 50 ലക്ഷം മുതൽ 2 കോടി രൂപ വരെയാണ് പലരും ലോൺ എടുത്തത്. കുവൈറ്റ് വിട്ട പലരും പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി. മലയാളികളുടെ ഈ തട്ടിപ്പ് പ്രവാസി സമൂഹത്തിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും നാണക്കേടായി മാറുന്നതാണ്.